ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങളിന്നൊരു സ്ഥലം വരെ പോവുകയാണ്. ചെറിയൊരു നോമ്പ് തറുണ്ട്, അതിനെ പോകുന്നുണ്ട്. എവിടെ വെച്ചാൽ കോയമ്പത്തൂരിക്കാണ് പോകുന്നത്, എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക്. ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിയത് എൻ്റെ ആങ്ങളുടെ മോനെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീടെത്തിയതും ഒരാളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി വീട് മുഴുവൻ എവിടെ നിൽക്കലും പൂച്ചയിരിക്കുക. എൻ്റെ നാട്ടിലേക്ക് പൂച്ച പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒന്നും വിചാരിക്കണ്ട, എൻ്റെ തൊണ്ട വേദനിച്ചിട്ടും ജലദോഷം പിടിച്ചിട്ടാണ് സൗണ്ട് ഇങ്ങനെ. നോമ്പ് പറഞ്ഞിട്ട് ഐസ് വെള്ളം തണുത്തതൊക്കെ കുടിച്ചിട്ട് സൗണ്ട് മാറിയിരിക്കുന്നു. ഞങ്ങളവിടെ എത്തിയതും അടുക്കളയിൽ ഒരേ തിരക്കിലിരുന്നു എൻ്റെ താതം. ഞങ്ങളവിടെ എത്തുമ്പോഴേ 6 മണി കഴിഞ്ഞു. എൻ്റെ ആങ്ങളുടെ മോളാണിത്. പിന്നെ ഞാൻ കുറച്ച് സഹായിക്കാൻ പറഞ്ഞിട്ടിരുന്നു. അപ്പോഴത്തേനും അവൾ ഫ്രൂട്ട്സും എന്നൊക്കെ മുറിക്കാനിരുന്നു. എൻ്റെ തല പിന്നെ കറി ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് സമൂസയൊക്കെ ആക്കി കൊടുത്തു. പിരിക്കാൻ സമൂസയൊക്കെ നിറച്ച് കൊടുത്തു. ഇതാ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരാൾ ഇരിക്കണണ്ട, ഇതാ അടുത്ത ആൾ. ഇത് മോളിത്തേണ്, എന്നാലും മോള് വീട്ടിൽ തരും. ഇവിടെ ഉള്ളവർ പോരണ്ടാണ്, അതും എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുക. സമൂസയൊക്കെ നിറച്ച് കൊടുത്തപ്പോൾ എൻ്റെ തല പിരിക്കാൻ നിന്നു. അങ്ങനെ സമയമായിക്കൊണ്ടിരിക്കണമെന്ന് സന അടിച്ചു വരാനും ഒരുക്കാനൊക്കെ തുടങ്ങി. തിരക്കി ചെയ്യാൻ തുടങ്ങി. ആകെ 10 മിനിറ്റേ ഉള്ളൂ. അധികം ആൾക്കാരൊന്നുമില്ല. ഞാനും എത്താതാൻ്റെ ഒരു അയൽവാസികളും ഉണ്ടായിരുന്നു. ഇത് ആൺകുട്ടിയല്ലാത്ത പെൺകുട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ നോമ്പുറക്കാനിരുന്നു. വാങ്ങ് കൊടുക്കാൻ സമയമാട്ടെ പറഞ്ഞു വാങ്ങ് കൊടുത്തു. എന്തായാലും നോമ്പ് തുറന്നു. 2-3 വക ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് വോയിസ് കൊടുക്കാൻ ശരിക്കും അറിയില്ല. അറിയണ പോലെ വോയിസ് കൊടുക്കണം. എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ജലദോഷം മുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. നോമ്പ് പറഞ്ഞുകൊണ്ട് നല്ല തണുപ്പുള്ളതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടേ നല്ല തൊണ്ട വേദന. അങ്ങനെ ഇപ്പോൾ റമളാൻ 7 കഴിഞ്ഞു. ഒരു ഹായ് പറഞ്ഞാണ് അവളെ കൊണ്ട്. അവൾ പറയില്ല. ഞാൻ എൻ്റെ എത്താതെ എന്തൊക്കെ കഥ പറയാൻ തുടങ്ങി. മിഞ്ഞാന്ന് നോമ്പിൻ്റെ ക്ഷീണം കൊണ്ട് സുജൂദിൽ പോയി അങ്ങനെ കടന്നുറങ്ങി 1/2 മണിക്കൂർ എന്നാണ് പറയണത്. ക്ഷീണം കൊണ്ട് ഒന്നും അറിഞ്ഞില്ല. നിസ്കരിച്ചിട്ട് സുജൂദിൽ കടന്ന് അങ്ങനെ ഉറങ്ങി. 1/2 മണിക്കൂർ അറിയാണ്ട് അങ്ങനെ കടന്നുറങ്ങി. ഇടയിൽ കൂടെ എൻ്റെ മോളിതാ പൂച്ചനും കൊഞ്ചും കൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ കഥ. പണി കഴിഞ്ഞ് വരുന്നവരാണ്. എൻ്റെ അളിയൻ വന്നില്ല എന്നാണ് ചോദിക്കുന്നത്. പിന്നെ കഴിക്കാനുള്ള ഏർപ്പാടൊക്കെ തുടങ്ങി. ചില്ലി പൊരിച്ചതും ഇടയിൽ കൂടെ ഡ്രസ്സ് എടുക്കാനുള്ള പൈസ കിട്ടി. ചില്ലി പൊരിച്ചത്, ബീഫ് വരട്ടിയത്, കോഴിക്കറി, പൊറോട്ട, നൂൽപുട്ട്.
എൻ്റെ ഇക്കാക്ക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എൻ്റെ ഇക്കാക്ക് ഇഷ്ടമാണ് എല്ലാവരും പാടെ ഇങ്ങനെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നത്. ഞങ്ങളെപ്പോഴും ഒപ്പം ഇരുന്നിട്ടാണ് കഴിക്കുക. അങ്ങനെ ചില്ലി പൊരിച്ചു താത. ഞങ്ങൾ കഥയും പറഞ്ഞ് കുറേ ചിരിച്ചു. അങ്ങനെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി.